നമുക്ക് ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ലൈക്ക് നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെതേർഡ് ആയിട്ടുള്ള നമുക്കൊരു സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് മോഡ്യൂൾസ് ഉണ്ട്, കൺട്രോൾസ് ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടാതെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബട്ടൺസിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതില് 3 ഓപ്ഷൻസ് വരുന്നത്. ഒന്ന് സ്ട്രോങ് ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡ്, പിന്നെ ഓൾ വീൽ ഡ്രൈവ് വരുന്നത്. വേരിയന്റ് വരുന്നത് സിഗ്മ ഡെൽറ്റ സീറ്റ സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ, സീറ്റ പ്ലസ്, ആൽഫ പ്ലസ്. ഈ പറഞ്ഞ പോലെ എല്ലാം 1.5 ലിറ്റർ ആണ് വരുന്നത്. അതെ, 1.5 ലിറ്റർ ആണ് വരുന്നത്. എഞ്ചിനിലോട്ട് വരുമ്പോൾ നമുക്ക് 4 സിലിണ്ടർ ആണ്. 16 വാട്ട്സ്. അതെ, 1.5 ലിറ്റർ ആണ് വരുന്നത്. അതെ, 1.5. സീറ്റ പ്ലസ് ആൽഫ പ്ലസിലേക്ക് വരുമ്പോൾ ECVT ആണ്. ECVT ആണ്, ഓട്ടോമാറ്റിക് CVT ആണ് ഗിയർ ബോക്സ് വരുന്നത്. കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ. അതെ, ഇലക്ട്രിക് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ വരുന്നത്. നമുക്ക് 5 മോഡ്സ് ഉണ്ട്. പാർക്കിംഗ് മോഡ്, റിവേഴ്സ് മോഡ്, ന്യൂട്രൽ, ഡ്രൈവ് ആൻഡ് ബ്രേക്കിംഗ്. ബ്രേക്കിംഗ് ആണ്. ഈ ബ്രേക്കിംഗ് കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ബ്രേക്കിംഗ് എന്താണ്. നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത്, നോർമലി വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാർക്കിങ്ങിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് നേരെ ഷിഫ്റ്റ് ചെയ്ത് വെക്കണം. റിവേഴ്സ് ആണ്. നോർമലി എല്ലാവർക്കും റിവേഴ്സ് ഗിയർ എന്ന് പറയാം. ആൻഡ് തേർഡ് വൺ ന്യൂട്രൽ ആണ്. നോർമലി എല്ലാ വണ്ടികൾക്കും ന്യൂട്രൽ ആവശ്യം ഉണ്ടാവും. നമുക്ക് 9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇപ്പൊ നിലവിൽ വരുന്നത്. അതെ, അതെ, കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? നമുക്ക് ബേസ് വേരിയന്റില് വരികയാണെങ്കിൽ ബേസ് വേരിയന്റ് സ്റ്റാർട്ടിങ് എക്സ്ട്രോം പ്രൈസ് വരുന്നത് 10,77,500 ആണ് വരുന്നത്. അത് ഫുൾ ഓപ്ഷൻ ആൽഫ പ്ലസിലോട്ട് ECVT ആണെങ്കിൽ നമുക്ക് എക്സ്ട്രോം പ്രൈസ് വരുന്നത് 19 ലക്ഷത്തിനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അല്ലേ? അതെ. പിന്നെ അത്യാവശ്യം ഇവിടെ സൺറൂഫ് നമുക്ക് കാണാം അല്ലെ? സൺറൂഫ് വെച്ചായതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. രീതിയിൽ തന്നെ നമുക്ക് ക്ലോസിങ്ങും ഓപ്പണിങ്ങും എല്ലാം വരുന്നുണ്ട്. കൂടാതെ നമുക്ക് 2 നാപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഓക്കെ, ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് IRMS വരുന്നുണ്ട്. ഇന്റീരിയർ റിയർ. പിന്നെ ഇവിടെ ഒരു വാനിറ്റി ഗ്ലാസ് വരുന്നുണ്ട്. ഒരു ലാമ്പ് വരുന്നുണ്ട്. ഇതെന്താ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ബാറ്ററി? ഇതിപ്പോ നമ്മൾ നിലവിൽ ഓടിക്കുന്നത് ഗ്രാൻഡ് വിറ്റാറയുടെ സ്ട്രോങ് ഹൈബ്രിഡ് പറഞ്ഞ വേർഷൻ ആണ്. അതിന്റെ എനർജി ഫ്ലോ ആണ് ഈ കാണിക്കുന്നത്. ബാറ്ററിയിലോട്ട് സ്റ്റോർ ആവുന്ന ഒരു ഫ്ലോ ആണ് ഇതിപ്പോ കാണിക്കുന്നത്. ഡയഗ്രാംസ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോ എഞ്ചിന് ആണ് ഡ്രൈവ് ഉള്ളത്. ഇതിപ്പോ ഇത് ഇലക്ട്രിക് ഡ്രൈവ് ആണ്. അതായത് ബാറ്ററിയിൽ നിന്ന് നേരിട്ട് ഇതിലേക്ക് സപ്പോർട്ട് കൊടുക്കുക. അതായത് ഇത് പവർ കൊടുക്കുകയാണ്. ഒരു ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു പ്രീമിയം ആണല്ലേ? ലെതേർഡ് ആയിട്ടുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ആക്ച്വലി നമുക്ക് 2 സീറ്റും, ഡ്രൈവർ സീറ്റും കോഡർ സീറ്റ് വെന്റിലേഷൻ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? കുറച്ച് സ്വെറ്റ് ആവുന്ന ആളുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടിയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഒരു ഫുൾ ബോഡി ത്രൂ ഔട്ട് തണുപ്പിക്കും. ഇതിൽ EV മോഡും ഒരു ഡ്രൈവ് മോഡും കാണുന്നുണ്ട്. EV മോഡ് എന്ന മോഡ് നമുക്ക് അപ്ലിക്കബിൾ ആവണത് നമ്മളെ ഈ ബാറ്ററിയുടെ അറൌണ്ട് ഒരു 90% ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് EV മോഡിലേക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിലവിൽ ഇപ്പൊ EV മോഡ് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം 50% അടുത്തേ ഉള്ളൂ നമുക്ക് എന്താ ബാറ്ററിന്റെ ചാർജ് വരുന്നത്. ഇതിപ്പോ നമുക്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ബാറ്ററിന്റെ ചാർജ് പെട്ടെന്ന് കയറണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്കിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡീആക്സലേഷൻ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇപ്പൊ കാണിക്കുന്നത്. ബ്രേക്ക് പ്രസ് ഇല്ല, ഇത് എഞ്ചിന് ബ്രേക്കിംഗ് ആണ് വരുന്നത്. അതെ, 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 പഴയ ഡൈനാമോന്റെ സിസ്റ്റം അല്ല ഇതപ്പോ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ ബ്രേക്കിംഗ് കൂടി ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, റീചാർജ് ആവും. ഇതിപ്പോ എഞ്ചിൻ ബ്രേക്കിംഗ് വരുന്നുണ്ട്. പ്രൈസ് എത്ര വരുന്നത്? നമുക്ക് ബേസ് വേരിയന്റിൽ വരികയാണെങ്കിൽ ബേസ് വേരിയന്റ് സ്റ്റാർട്ടിങ് എക്സ്ട്രോം പ്രൈസ് വരുന്നത് 10,75,500 ആണ് വരുന്നത്. അത് ഫുൾ ഓപ്ഷൻ ആൽഫ പ്ലസിലോട്ട് ECVT ആണെങ്കിൽ നമുക്ക് എക്സ്ട്രോം പ്രൈസ് വരുന്നത് 19 ലക്ഷത്തിനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അല്ലേ? ഇതിപ്പോ CVT ആണ് അല്ലേ? CVT ആണ് വരുന്നത്. സ്റ്റിയറിംഗ് നമുക്ക് ഒരു റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ടിൽറ്റ് ഓപ്ഷൻ ഉണ്ട്, പ്ലസ് ടെലസ്കോപ്പിക് ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഒരു സ്റ്റിയറിംഗ് മൗണ്ടോൾസ് കൺട്രോൾസ് നമുക്ക് ഇതിൽ കാണാം. ഓക്കെ,
ഇതിന്റെ റൈറ്റ് ഭാഗത്ത് കംപ്ലീറ്റ്ലി ക്ലസ്റ്റേഴ്സിന്റെ കൺട്രോൾസ് വരുന്നുണ്ട് അല്ലെ? ലെഫ്റ്റ് ഭാഗത്ത് കംപ്ലീറ്റ്ലി ഇൻഫർമേഷൻ പ്ലസ് അതുപോലെ തന്നെ ഒരു എത്ര ഡിജിറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിജിറ്റൽ ക്ലസ്റ്ററിന്റെ സൈസ് വരുന്നത് 7 ഇഞ്ച് ആണ് വരുന്നത് അല്ലേ? കൂടാതെ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ ഒരു 360 ഡിഗ്രിന്റെ ഒരു പാനൽസ് ഇതിന് ഡൈനാമിക് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റിയറിംഗ് തുറക്കുമ്പോൾ സ്റ്റിയറിംഗിന്റെ ആ ലെവൽ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻസ് കൊടുക്കും. പിന്നെ റെഡ് യെല്ലോ പിന്നെ ഒരു സ്കൈ ബ്ലൂ കളറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഓരോ ആംഗിൾസുകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് കഴിയും. അതായത് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ഫ്രണ്ട് ബാക്ക് റിയർ എല്ലാം 360 ഡിഗ്രി കഴിയാൻ കഴിയും. പിന്നെ റിസൾട്ട് ലൈറ്റ് അതുപോലെ തന്നെ ഇവിടെയും തന്നെ ഒരു ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 12 വോൾട്ടിന്റെ ഔട്ട്പുട്ട് ചാർജർ പിന്നെ ഒരു സി ടൈപ്പ് വയർലെസ് ചാർജർ ഉണ്ട്. വയർലെസ് ചാർജർ ഏത് ഓപ്ഷൻ മുതലാണെന്ന് അറിയാം? നമുക്ക് വയർലെസ് ചാർജർ ഈ സീറ്റ പ്ലസ് മുതലാണ്. പിന്നെ ഇത് ഈ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ 2 കളേഴ്സ് ആയിട്ട് ഇത് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്ന അനലോഗ് ആയിട്ടാണ്. ഇതാകുമ്പോൾ ഡിജിറ്റൽ ആയിട്ടല്ലേ? പിന്നെ ഇതിൽ എന്താ ഒരു എക്കോ കാണാലോ, നമുക്ക് മൾട്ടി ഡ്രൈവ് മോഡ്സ് ഓപ്ഷൻ ഉണ്ടോ ഇതില്? എക്കോ ഡ്രൈവ് ഇതിലാണ് നമുക്ക് ഡ്രൈവ് മോഡിലാണ്. മോഡ്സിൽ എക്കോ സിറ്റി എക്കോ നോർമല്. അപ്പൊ വണ്ടി നമുക്ക് നോക്കി നോക്കാം. ഈ പുഷ് ബട്ടൺസ് ഏത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പുഷ് ബട്ടൺ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോർമൽ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതിലും തന്നെ നമ്മളെ ഹെഡ് ഡിസ്പ്ലേ ഉണ്ട്. നമ്മൾ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ സമയവും കാര്യം ഏത് മോഡലാണെന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ ഈസിലി കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 4 സിലിണ്ടർ ആണെന്നും പറഞ്ഞു, 16 വാട്ട്സ് കൂടാണ്. പിന്നെ മേജറായിട്ട് ഇതിൽ എത്ര എയർ ബാഗ്സ് വരുന്നത്? നമുക്ക് 6 എയർ ബാഗ്സ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. എയർ ബാഗ്സ്. അതെ, ഇപ്പൊ നിലവിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് 2 വീൽ ഡ്രൈവ് ആണ്. അതെ, ആൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് 6 വീൽ ഡ്രൈവ് എന്നത് നമുക്ക് സെപ്പറേറ്റ് ഒരു വേരിയന്റ് തന്നെ. അതിൽ ഓട്ടോമാറ്റിക് ആണോ ഓട്ടോമാറ്റിക്? മാനുവൽ ഇല്ല. ഈ ആൾ വീൽ ഡ്രൈവ് ഏത് ഓപ്ഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൽഫ എന്ന ഓപ്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സിഗ്മ, ഡെൽറ്റ, സീറ്റ പ്ലസ് ആൽഫ പ്ലസ്. ഇതിലെല്ലാം 1.5 ആണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു റൈഡിങ് പൊസിഷൻ ആണ്. ഒരു ഹൈറ്റിൽ ഓടിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ഹ്യുണ്ടായിന്റെ കട്ട വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയോട്ടന്റെ ഹൈ റൈഡർ വരുന്നുണ്ട് അല്ലെ? ഇതിന്റെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് സെൽട്ടോസ് ഇതിന്റെ ഒരു കോമ്പറ്റീറ്റർ ആണ്. സെൽട്ടോസ് അതേപോലെ തന്നെ ക്രെട്ട പിന്നെ ടയോട്ടന്റെ ഹൈ റൈഡർ. നോർമൽ ആയിട്ടുള്ള 6 എയർ ബാഗ്സ് കൊടുക്കുന്നുണ്ട് ഇതിൽ. അതെ, ക്രാഷ് ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 ആയിട്ടുള്ള ക്രാഷ് ടെസ്റ്റ് വരുന്നുണ്ട് അല്ലെ? ഗ്രാൻഡ് വിറ്റാരിൽ അഡാസ് വരുന്നുണ്ടോ? ഗ്രാൻഡ് വിറ്റാര അഡാസ് വരുന്നില്ല അല്ലെ? ഈ ഫ്യൂച്ചറിലൊക്കെ ചിലപ്പോ അഡാസ് ചിലപ്പോ വരായിരിക്കാം. ഇപ്പൊ അഡാസ് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ഫീച്ചർ ആണ്. ഇതിന്റെ ടോപ്പ് സ്പീഡ് എത്ര? 160 ആണ്. 160. അതായത് നമ്മളൊരു ഫുൾ ടാങ്ക് അടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 600 കിലോമീറ്റർ എബോ നമുക്ക് ഓടിക്കാൻ കഴിയും. അതെ, കമ്പനി പറഞ്ഞത് 1400 പ്ലസ് ആണ് ഫുൾ ടാങ്കിൽ. നമുക്ക് ഇതിന്റെ സൗണ്ട് സിസ്റ്റം വരുന്നത് ക്ലാരിയോൺ എന്ന് പറഞ്ഞ സൗണ്ട് സിസ്റ്റം ആണ്. നമുക്ക് ടോട്ടലി 4 സ്പീക്കർ വരുന്നുണ്ട്, 2 ട്യൂണേഴ്സ് വരുന്നുണ്ട്, വൂഫർ വരുന്നുണ്ട്, അതിൽ തന്നെ വരുന്നുണ്ട്. ടോപ്പ് മോഡലാണോ? ആൽഫ പ്ലസിലാണോ? ആൽഫ പ്ലസിലും സീറ്റ പ്ലസിലൊക്കെ. ഈ നോർമൽ ആൽഫ സീറ്റ പിന്നെ അതിന് മാറിയിട്ട് ആൽഫ പ്ലസിലും സീറ്റ പ്ലസിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ആൽഫ പ്ലസും സീറ്റ പ്ലസ് വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് കൊടുക്കും. പ്ലസ് ഉള്ള വേരിയൻസ് ഒക്കെ സ്ട്രോങ് ഹൈബ്രിഡ്, അല്ലാത്തത് നോർമൽ ഹൈബ്രിഡ് സ്മാർട്ട്. അപ്പൊ ഇതിന്റെ ട്രാൻസ്മിഷൻസ് ഒക്കെ നമുക്ക് നോർമൽ സിഗ്മാറിന്റെ വേരിയന്റിൽ നമുക്ക് മാനുവൽ. പിന്നെ സീറ്റ ഓൺവേർഡ്സ് ആണ് നമുക്ക് 1.5 സ്പീഡ് MT ഉള്ളത്. പിന്നെ നമുക്ക് ഡെൽറ്റയിലും കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക്. AT എന്ന് വെച്ചാൽ ടോർക്ക് കൺവേർട്ടർ ആണ്. നോർമൽ MT അല്ല. CVT എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ബെൽറ്റ് ഉണ്ടാവും, ഒരു പുള്ളി ഉണ്ടാവും. അപ്പോൾ ഒട്ടും തന്നെ നോർമൽ അതർ ട്രാൻസ്മിഷൻ അപേക്ഷിച്ചിട്ട് നമുക്ക് ഗിയർ ലാഗിങ് കാര്യങ്ങളൊന്നും വരില്ല CVT. അത് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ. അതായത് ഒരു മറ്റേന്ന് ചെറിയ മൈന്യൂട്ട് ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യില്ല അല്ലേ? സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് CVT, ഈ CVT ആണ് വരുന്നത്. അതായത് സീറ്റ പ്ലസും ആൽഫ പ്ലസിലും 5 സ്പീഡ് MT വരുന്നുണ്ട്. ഇല്ല, 5 സ്പീഡ് MT ഇല്ല, ഓട്ടോമാറ്റിക് ഈ CVT ആണല്ലോ. മാനുവലി ട്രാൻസ്മിഷൻ ഇല്ല. സീറ്റ പ്ലസിലും ആൽഫ പ്ലസിലും ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ഇല്ല, ഓൺലി സ്ട്രോങ് ഹൈബ്രിഡ് പ്ലസ് ഈ CVT.
ഓക്കെ. നമുക്ക് ഇലക്ട്രിക് ഡ്രൈവ് ഉണ്ട്, ഹൈബ്രിഡ് ഡ്രൈവ് ഉണ്ട്, പിന്നെ എഞ്ചിൻ ഡ്രൈവ് ഉണ്ട്. ഈ വേരിയൻസിൽ നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഒന്ന് ഇലക്ട്രിക് ഡ്രൈവ് ഉണ്ട്, ഒന്ന് എഞ്ചിൻ ഡ്രൈവ് ഉണ്ട്, ഒന്ന് ഹൈബ്രിഡ് ഡ്രൈവ് ഉണ്ട്. ഇതിപ്പോ നിലവില് എഞ്ചിൻ ഡ്രൈവിലാണുള്ളത്. നമുക്ക് ഹൈബ്രിഡ് ഡ്രൈവ് വരുന്നതെന്ന് വെച്ചാൽ ഈ എനർജി ഫ്ലോയില് നമുക്ക് കാണാൻ പറ്റും. എഞ്ചിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കിന്റെ സപ്പോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഹൈബ്രിഡ് ഡ്രൈവ് വരും. നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോ, അതായത് എക്കോയില് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, ഇവിയിലേക്കോ അല്ലെങ്കിൽ എഞ്ചിനിലേക്കോ എന്ത് ചെയ്യും, മാറും അല്ലേ? അത്രയും ഓപ്ഷൻസ് ഇപ്പൊ നിലവിൽ ഗ്രാനുവിറ്റിയിൽ നമുക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ. ഒരു വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു ഓപ്ഷൻ ഏതാണ് ഇതിൽ വരുന്നത്? വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട്. 7.97 ആണ് കമ്പനി പറയണത്. കിട്ടുന്നുണ്ട്, കസ്റ്റമേഴ്സിന് അത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാനുവിറ്റിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു ആഷിഖ് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഓക്കെ, അപ്പൊ ആഷിഖിന്റെ നമ്പറും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആഷിഖായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിവേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വണക്കം. ഇറ്റ്സ് മീ അനസ് സൈനിങ് ഔട്ട്. ബൈ.